ടെക്നോയുടെ ടെക്നോ പോപ്പ് 8 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളൊക്കെ ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. പിന്നെ വിലയെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളും പുറത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നോ പോപ്പ് 8 എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. അത് നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.6 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ഈ ഫോണിൽ വന്നേക്കാം. ഫുൾ HD റെസൊല്യൂഷൻ വരാൻ ചാൻസ് ഇല്ല. പക്ഷേ ഈ ഫോണിൻ്റെ വില 7000 രൂപ പ്രൈസ് റേഞ്ചിലായിരിക്കും വരിക എന്നാണ് പറയപ്പെടുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ HD റെസൊല്യൂഷൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. LCD പാനലായിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഫോണിൽ പഞ്ചോൾ ഡിസൈൻ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. 7000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത് എന്നുണ്ടെങ്കിൽ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമായിരിക്കും. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ വരാറുള്ളൂ. അതുപോലെ തന്നെ കൂടിയ റിഫ്രഷ് റേറ്റും ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതും എടുത്തു പറയേണ്ട ഒരു കാര്യമൊക്കെ തന്നെയാണ്. പിന്നെ ഡൈനാമിക് പോർട്ട് എന്നുള്ള ഒരു ഫീച്ചർ വരുന്നതായിരിക്കും. ഇപ്പം iPhone 15 സീരീസിലൊക്കെ ഡൈനാമിക് ഐലൻഡ് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അപ്പം അതിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് പോലെ ആയിരിക്കും ഈ ഫോണിൽ വരിക എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും, പ്രത്യേകിച്ച് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു 7000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത് എന്നുണ്ടെങ്കിൽ. പിന്നെ ഈ ഫോണിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നതായിരിക്കും. ഫോണിൻ്റെ തിക്നെസ് വരിക 8.55 mm ആയിരിക്കും. ഈ ഫോണിൻ്റെ മിസ്റ്ററി വൈറ്റ്, ആൽപ്പൻ ഗ്ലോ ഗോൾഡ്, മാജിക് സ്കിൻ, അതുപോലെ തന്നെ ഗ്രാവിറ്റി ബ്ലാക്ക് എന്നീ കളർ വേരിയൻസ് ലോഞ്ച് ചെയ്തേക്കാം. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ unisoc T606 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. 7000 രൂപ പ്രൈസ് റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ ഇതരക്കുള്ള നല്ലൊരു പ്രോസസ്സറാണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. പിന്നെ ഈ ഫോണിൻ്റെ 3GB RAM 64GB ഇൻറ്റേർണൽ വെർഷനും 4GB RAM 64GB ഇൻറ്റേർണൽ വെർഷനും അതുപോലെ തന്നെ 4GB RAM 128GB ഇൻറ്റേർണൽ വെർഷനും വരുന്നതായിരിക്കും. വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നതായിരിക്കും. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 3GB റാമിൻ്റെ കൂടെ നമുക്ക് 3GB റാം എക്സ്ട്രാ ആയിട്ടും 4GB റാം വെർഷൻ്റെ കൂടെ 4GB റാം എക്സ്ട്രാ ആയിട്ടും ലഭിച്ചേക്കാം. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ ഇപ്പം പുറത്ത് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വന്നേക്കാം എന്നാണ്. 7000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ നമുക്ക് സാധാരണ എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ഫീച്ചറാണ് സ്റ്റീരിയോ സ്പീക്കേഴ്സ്. പക്ഷേ ഈ ഫോണിൽ വരുമെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയായിരിക്കും. പിന്നെ Android 13 ബേസ് ആയിട്ടുള്ള ഗോൾഡിഷൻ സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. iOS സോഫ്റ്റ്വെയർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. 13 മെഗാപിക്സലിലെ 1.8 അപ്പേർച്ചറിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. രണ്ടാമത് ഒരു AI ലെൻസും വന്നേക്കാം. പിന്നെ ഫ്രണ്ടിൽ 8 മെഗാപിക്സലിലെ സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. 5000 mAh ബാറ്ററി ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഇല്ല. 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡായിരിക്കും ഇതിൽ വരിക. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. Type-C ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 6999 രൂപയായിരിക്കും ഈ ഫോണിൻ്റെ വില എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരും എന്ന് പറയാവുന്നതാണ്. ഇപ്പം പഞ്ചോൾ ഡിസൈനും കൂടിയ റിഫ്രഷ് റേറ്റും അതുപോലെ തന്നെ അത്യാവശ്യം തിരക്കില്ലാത്തൊരു പ്രോസസ്സറും സ്റ്റീരിയോ സ്പീക്കേഴ്സും സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഒക്കെ ഈ ഫോണിൽ വന്നേക്കാം. പിന്നെ വില കുറച്ചും കൂടി കൂടിയാലും വലിയ തിരക്കേടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈവൺ ഒരു 8000 രൂപ പ്രൈസ് റേഞ്ചിൽ എത്തിയാലും ഇത് തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് ആണ് എന്ന് പറയാവുന്നതാണ്. എടുത്തു പറയേണ്ട പല കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. ഇപ്പോൾ വില 7000 തന്നെ ആയിരിക്കും എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ടെക്നോയുടെ ടെക്നോ പോപ്പ് 8 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും. 7000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. എന്തായാലും ടെക്നോ പോപ്പ് 8 എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങളിത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.